ഇവർക്ക് ബിസിനസ് പാർട്ട്ണറിന് ആവശ്യമുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. ദേ നോക്കിയുടെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ ഇവർക്ക് ഇവരുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെയാണ് വേണ്ടത്. അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഐഡിയ ഒക്കെ കൊള്ളാം, പിന്നെ അത്യാവശ്യം കുറച്ച് ടൈം പാസ് ഒക്കെ ആയിരിക്കും. എന്നാ പോകാം, വരൂ. ഞങ്ങള് പത്രത്തിൽ നിങ്ങളുടെ കടയുടെ പരസ്യം കണ്ടു വന്നതാ. ഈ കട നോക്കി നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. അയ്യോ, എന്തായി പറ്റിയത്? നിങ്ങളൊക്കെ ചേർന്ന് എന്റെ കടയാകെ നശിപ്പിച്ചല്ലേ? നിങ്ങളുടെ അപ്ലയൻസസ് ഒട്ടും ഫ്രഷ് അല്ല. അതുകൊണ്ട് പച്ചക്കറി വൃത്തിയാക്കുന്നത് പോലെ ഞാനിപ്പം വെള്ളം തളിച്ചു. കൂടാതെ ഇതിൽ ഷോർട്ട് സർക്യൂട്ടിന്റെ മൈക്രോവേവും പിന്നെ ഹീറ്റർ ബ്ലോവറും ഉണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വേഗം സ്ഥലം വിടാൻ നോക്ക്. നിന്നോട് ആരാടാ പറഞ്ഞ മണ്ട ഹീറ്ററിൽ വെള്ളം ഒഴിക്കാൻ? ആ ഹീറ്റർ ചൂടായി ചുട്ടുപഴുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് തണുപ്പിച്ചതാ. വാ, ഇനി അടുത്ത കടയിലെങ്ങനെ പോയി നോക്കാം. ഈ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർ ആവാൻ വന്നതാ. ഓക്കെ, ശരി. ഇന്നത്തോടെ ഈ മ്യൂസിക്കൽ ഷോപ്പ് ഞാൻ അടച്ചു. ഇനി ഹാർഡ്വെയർ ഷോപ്പ് ഞാൻ തുറക്കില്ല. ഞാൻ ഈ ബേക്കറി നിർത്തി. അതിന് ഞങ്ങൾ ഇവിടെ ജോലിയൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പതേ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ്. എനിക്കെന്താ എന്റെ കടയടച്ച് വീട്ടിലേക്ക് എനിക്ക് പൊക്കൂടെ? നമ്മള് ബിസിനസ്മാൻമാരല്ലെന്നാ തോന്നുന്നേ. ഇനി നമ്മൾ ഈ രാജ്യത്തിന്റെ മിനിസ്റ്റർ എങ്ങനെയാണ്? ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? ഒരു കട ഓപ്പൺ ചെയ്ത് മാഡത്തിന്റെ അടുത്ത് നിന്നും നല്ല പേര് വാങ്ങിക്കാന്നാ ഞാൻ കരുതിയത്. ഇനി എന്തിന്റെ കട തുടങ്ങണമെന്നാണ് എനിക്ക് മനസ്സിലാവാതിരിക്കുന്നത്. ഐഡിയ കൂട്ടുകാരെ, നമുക്കിതേ അത് വിറ്റാലോ? സ്കൂൾ യൂണിഫോം ആണോ? അല്ലല്ല, ഐസ്ക്രീം. എന്തായാലും ഇതില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് കത്തിപ്പോവില്ലല്ലോ. എന്നാ വാ തുടങ്ങാം. അതെ മച്ചാനെ, എനിക്കൊരു ഐസ്ക്രീം വേണം. നീ തണുത്ത് കഴിക്കണ്ട. നിന്റെ തൊണ്ടയ്ക്ക് ഓൾറെഡി പ്രശ്നമുള്ളതല്ലേ. എടാ, ഈ കാണുന്നതിന്റെ സ്റ്റൈലാണ്, മനസ്സിലായോ നിനക്ക്? ഓക്കെ, ദാ ഐസ്ക്രീം. ഐസ്ക്രീം ചെക്ക് ചെയ്തിട്ട് തരൂ. നീ ആദ്യത്തെ കസ്റ്റമർ ആണ്, അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരെണ്ണം മാത്രം കഴിച്ചങ്ങനെ തീരുമാനം എടുക്കാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാമത്തേതും കഴിച്ചു നോക്കാം. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ഐസ്ക്രീം കഴിക്കേണ്ടി വന്നു. ഇതിന്റെയൊക്കെ പൈസ തന്നിട്ട് വേണേ പോവാൻ. ഒരു ജിം ട്രെയിനർ എപ്പോഴും ഐസ്ക്രീം കഴിക്കാനേ പാടില്ല. ഈ പോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ്സും ഇവിടെ ചെയ്യാൻ പറ്റില്ല. എന്റെ പേര് ബിയ ചോപ്ര. ഡോണ്ട് ഡു ജസ്റ്റ് ചിൽ. ഗിവ് മീ 2 ഐസ്ക്രീം. അതും നല്ല ഒന്നാന്തരം ചിൽ. ദാ പിങ്ക് എടുത്തോളൂ. പിന്നെ ആ ബ്ലാക്കും വേണം. പിന്നെ ദാ റെഡ്. അത് കഴിഞ്ഞാൽ ഗ്രീൻ. അയ്യോ, ഇത് ഐസ്ക്രീം അല്ല, എന്റെ കൈയാണ്. എന്താ സംശയമുണ്ടോ? ആഹാ, കൊള്ളാലോ. ഇത്രയേറെ ഐസ്ക്രീമുകളോ? എല്ലാം കൂടി ചേർത്ത് 10-12 ലക്ഷം രൂപയായി. ഡോണ്ട് ഡു ജസ്റ്റ് ചിൽ. ഒരിക്കലും ഞാൻ തരില്ല ബിൽ. ഞാനാണ് പോലാ ബിയർ. അതുകൊണ്ട് തന്നെ എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള അവകാശം ഐസിലുണ്ട്. നിങ്ങൾ എന്നോട് കാശ് ചോദിക്കരുത്. എങ്ങോട്ടാ ഓടുന്നേ? ഞങ്ങളുടെ കാശും കിടക്ക്. ഇവന്മാരെ എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം.
നല്ല രസമുണ്ടായിരുന്നു. ഇനി വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഞങ്ങളുടെ ഐസ്ക്രീം കഴിച്ചിട്ട് ഞാൻ കിട്ടാനെ പണി തരുന്നോ? വെറുതെ വിടരുതവനെ, വേഗം പിടിക്കേ. അയാള് വെറുതെ വിട്ടേക്ക്, കിളവനാണ്. ഓടിയാൽ ഇവിടം വരെ ഓടും. നിനക്കെങ്ങനെ അറിയാം അയാൾ കിളവനാണെന്ന്? കണ്ടില്ലേ, മൊത്തം വെളുത്ത മുടിയാ, അപ്പൊ കിളവനായിരിക്കും. മിണ്ടായിരിക്കടാ, അയാളുടെ കൊച്ചിനും ഇതുപോലെ വെളുത്ത മുടിയായിരിക്കും. ആണോ? അതെ, ഐസ്ക്രീം കട. അച്ഛാ, എന്റെ ഐസ്ക്രീമും കൊണ്ട് പോയി. ഐസ്ക്രീമിനൊപ്പം സെൽഫി. ദിസ് ഈസ് സെൽഫി ടൈം. ആഹാ, ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാം. ലൈക്ക് ആയിരിക്കും. അടിപൊളി ഐസ്ക്രീം. അയ്യോ, കരടി കൊണ്ടുപോയി. ഓ മൈ ഗോഡ്, വൈ. നിങ്ങൾ എന്റെ പുറകെ വരരുത്. എനിക്കിപ്പോ ദേ തുമ്മാൻ തോന്നുന്നുണ്ട്. അല്ല, ആ കരടി ഇത്ര നേരിട്ട് തുമ്മി കഴിഞ്ഞില്ലാവോ? എടാ, അവൻ ഓടി രക്ഷപ്പെട്ടു. അവനെ വേഗം പിടിക്കേ, അല്ലെങ്കിൽ ഇനി അടുത്ത കടയിൽ കയറി അവിടുത്തെ ഐസ്ക്രീം മുഴുവൻ കഴിക്കും. നമുക്കിതാ കയർ കൊണ്ട് അവനെ പിടിക്കാം. ആ, പിടികിട്ടി. പറഞ്ഞത് ശരിയാ. ഇനി ആ കരടിയെ കിട്ടിയാൽ തന്നെ നമുക്ക് അടിക്കാൻ കഴിയില്ല. കാരണം തണുപ്പ് കൊണ്ട് കൈകളാകാൻ മരവിച്ചിരിക്കുകയാണ്. നമ്മൾ ഓടാൻ തുടങ്ങിയത് ഏപ്രിലല്ലേ? ഇതിപ്പോ ഓടി ഇങ്ങ് ഡിസംബറിലെത്തിയത് നമ്മൾ ആരും അറിഞ്ഞത് പോലും ഇല്ല. കൂട്ടുകാരെ, ഇതൊരു ഐസ്ക്രീം ഫാക്ടറിയാണ്. അയാൾ ഇവിടുത്തെ ഐസ്ക്രീം എല്ലാം തിന്നുകളയും. ഓഹോ, കൊള്ളാലോ ഐസ്ക്രീം. അതെവിടെ താഴെ വെക്കേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഡോണ്ട് ഡു. ജസ്റ്റ് ചില്ലാവുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചൂടാവുന്നത്? ഐസ്ക്രീം ചെക്ക് ചെയ്തിട്ട് തരൂ. എന്നാ വാ, തുടങ്ങാം. നിങ്ങൾ എന്നെ വീണ്ടും പിന്തുടർന്ന് ഇവിടം വരെ എത്തിയല്ലേ? ഇനി മതി ഓടിക്കളിച്ചത്. ഞങ്ങളുടെ കാശിങ്ങെടുക്ക്. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടില്ല. തീർച്ചയായും ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും. അല്ല, ഇതെന്താ സംഭവം? വേഗം പിടിക്കവരെ. ഐഡിയ. ഇനി ഒരിക്കലും നിനക്ക് ഐസ്ക്രീം മോഷ്ടിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം ഇൻസ്പെക്ടർ പാണ്ഡ ഇപ്പൊ എത്തും. ഡോണ്ട് ഡു. ജസ്റ്റ് എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. എന്നെ ജയിലിലേക്ക് അയക്കരുത്. നല്ല ഐസ്ക്രീം കണ്ടപ്പോൾ എന്റെ മനസ്സാകെ കോരിത്തെരിച്ചു പോയതാണ്. വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. നിങ്ങൾ എന്റെ ഐസ്ക്രീം ഫാക്ടറി മോഷണം നടത്താതെ രക്ഷിച്ചിരിക്കുക. അപ്പൊ താങ്കളെ സന്തോഷത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തരില്ലേ? ഗിഫ്റ്റ് ആയിട്ട് ഒരു ഐസ്ക്രീം കട തന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾ എന്റെ വീട്ടിലെ സ്വർണ്ണമൊന്നുമല്ലോ ഈ ഐസ്ക്രീം അല്ലേ സംരക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ വക 1000 ഐസ്ക്രീം ഫ്രീ ആണ്. ആയിക്കോട്ടെ, ഈ ഐസ്ക്രീം ഞങ്ങൾ കരടിയോടൊപ്പം ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഐസ്ക്രീം കഴിച്ചാൽ തീർച്ചയായിട്ടും പൈസ കൊടുക്കണം.